ബാഡി ഇവിടെ അവിടെ ഇരിക്കുന്നു. ഇമ്മാ കുനിയോ ബായോ എന്താ ഇപ്പൊ രാവിലെ തന്നെ അവള് കരച്ചിലാണ്. രാവിലെ ഉറക്കത്തിൽ നിന്നിട്ട് വന്നതാണ്. കണ്ട ആരും കണ്ടില്ല. എണീറ്റപ്പോഴത്തേക്ക് നമ്മളെയൊന്നും കണ്ടില്ല. അപ്പോഴത്തേക്ക് ഓടി അവിടെ ചാടി ഇറങ്ങി വന്നതാ. ശരി ഹായ് വിടും. ഹായ് ഉമ്മടുത്തേ ഉമ്മടുത്തേ ഗുഡ് മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ്. ഉമ്മടുക്കടി ഇവർക്ക് ഉമ്മോട് ഉമ്മടുത്തേ ഉമ്മ മൂക്കുടച്ച് കൊടുക്കാന്ന്. എൻ്റെ കണ്ണാടി എന്ത് ചെയ്യും? ചുമ്മാ അല്ല, എന്തോ ഒരു പ്രശ്നം. നോക്കട്ടെ. ഇവിടെ എൻ്റെ കണ്ണാടി കിട്ടി. ഇനി കണ്ണാടി ഇല്ലെന്നുണ്ടെങ്കിൽ പറ്റത്തില്ല. കണ്ണാടി മുഖ്യം പിക്കിലേ. ഇപ്പം രാവിലെ എണ്ണീറ്റിട്ട് ഇന്ന് ജോലിയുണ്ട്. ഇന്ന് ജോലിക്ക് പോയി നോക്കണം. മഴയാണെന്നുണ്ടെങ്കിൽ പണി കിട്ടും. എൻ്റെ ജോലി എന്തിനാന്ന് പറഞ്ഞില്ലല്ലേ? ജോലി എന്ന് വെച്ചാൽ നമ്മൾ മറ്റേ മിഷൻ വെച്ചിട്ട് കാട് വെട്ടുന്ന പരിപാടിയില്ലേ, അതാണ് എൻ്റെ ജോലി. ഇതൊന്നും അല്ലായിരുന്നു. ഫീൽഡൊക്കെ വേറെ ആയിരുന്നു. മൊബൈൽ ടെക്നീഷ്യൻ ആയിരുന്നു. പിന്നെ കാഴ്ചയ്ക്ക് ഈ കണ്ണാടി അതുകൊണ്ടാണ് വെച്ചേക്കുന്നത്. കാഴ്ചക്കുറവുണ്ട്. കാഴ്ചക്കുറവായതുകൊണ്ട് പിന്നെ ആ ഒരു ഫീൽഡങ്ങ് വിട്ട്. നല്ല സ്ട്രെയിൻ എടുക്കാൻ വയ്യ, തലവേദന എടുക്കും. അതുകൊണ്ട് അതങ്ങ് വിട്ട്. ഇപ്പം ഇതാണ് പരിപാടി. അപ്പോൾ ഒരു 3 വർഷം കൊണ്ട് നമ്മൾ ഈ പരിപാടിയാണ്. കുഴപ്പമില്ല, അത്യാവശ്യം വർക്കൊക്കെ ഉണ്ട്. ഇത് സീസണൽ വർക്കാണ്. അപ്പോൾ അതുകൊണ്ട് ചില സമയത്ത് ഇങ്ങനെ വെറുതെ ഇരിക്കേണ്ടി വരും. ഓക്കെ, അപ്പം ഇന്ന് പണിയുണ്ട്. അപ്പം ഹൈ എന്തടി എന്തടി കല്ലി എന്തടി കല്ലി വരുന്നോ? വാപ്പി എടുത്ത് വരുന്നോ? വാപ്പി എടുത്ത് വരുന്നോ? ബായോ വായോ 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 കെട്ടിപ്പിടിച്ചോ. അമ്പമ്പോ ബാ ഇങ്ങോട്ട് നോക്ക്. ഇങ്ങോട്ട് നോക്ക് ഡി. ഇങ്ങോട്ട് നോക്ക്. ടാറ്റ കൊടുത്താണ്. ബാ ടാറ്റ വിട്. ടാറ്റ വിട്. ഇന്ന് അഞ്ചലല്ല ആലഞ്ചേരി അന്ന് വെട്ടിയിട്ട് എൻ്റെ ബാക്കിയുണ്ടല്ലോ, അപ്പോൾ അത് വെട്ടി കൊടുക്കണം. ചൈനാപ്പി പൊന്നി. ഇന്ന് ഫിൽറ്റർ ഉണ്ടല്ലേ, ഫ്രണ്ട് ക്യാമറയാണ്ട് ഫിൽറ്റർ. എനിക്ക് ഈ ഫിൽറ്റർ എനിക്ക് ഇഷ്ടമല്ല. അതെ മയിൽ കൂട്ടൻ വന്നേ. മയിൽകൂട്ടൻ ഇതുകൊണ്ടുണ്ട്. അയ്യോ എന്ത് നല്ല എവിടെ കണ്ടു പോകണം. അതിൽ താഴോട്ട് പോയിട്ടുണ്ട്. നോട്ടെ, എൻ്റെ ബാക്ക് ക്യാമറ എടുത്ത് കാണിച്ചു തരാം. മയിൽ ബാ നീ ബാ. മയിലിനെ ഇങ്ങനെയൊക്കെയാണോ എന്തോ വിളിക്കുന്നത്, എനിക്കറിയത്തില്ല. നിൽക്കുന്നത് കണ്ടോ? ഈ മയിലും കോഴി. ഞാനിവിടെ ഒരു മുളക് കുറച്ച് നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ മലക്കറിയിലൊക്കെ കിട്ടുന്ന മുളകുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ കുറച്ച് തൈകൾ ഇവിടെ പാവി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇനി എടുത്ത് നടണം. ഇത് എൻ്റെ കുരുമുളക് ഞാൻ നട്ട് വെച്ചേക്കുന്നത് എനിക്ക് മരത്തിൽ പിടിപ്പിക്കാൻ വേണ്ടിയിട്ടേ. ഇതുണ്ട്, ഇത് നമ്മുടെ പഴയ ഒരു ടോയ്ലറ്റാണ്. അപ്പം അവിടുത്തെ ഈ മഴ കാരണം ഇങ്ങോട്ടൊക്കെ എടുത്ത് വെച്ചേക്കാണ്. അതുകൊണ്ട് ഇതിൽ മറിഞ്ഞു പോയി. ആ മേളിൽ നിന്ന് വീഴുന്ന വെള്ളം ഇല്ല, അതിൽ നിന്ന് വെള്ളം വീഴും. അപ്പോൾ അത് വന്ന് വീണിട്ട് ഞാൻ അവിടെ ആ ഒരു ഷെഡിനകത്തായിരുന്നു വെച്ചിരുന്നത്. ഷെഡ് പോലെ കാരണം ഉണ്ടാക്കിയിട്ടെ, മറ്റേ ഗ്രീനിൻ്റെ വല വെച്ച്. അപ്പോൾ അതിനകത്തായിരുന്നു വെച്ചിരുന്നത്. അപ്പോൾ അത് മൊത്തം വെള്ളം വന്ന് ഇതിൻ്റെ മണ്ടയിൽ കൂടെ വീണു. ഫുള്ള് ഡാമേജ് ആയിപ്പോയി. അതുകൊണ്ട് കുറേ എണ്ണം ഒടിഞ്ഞു പോയി. അപ്പോൾ അതുകൊണ്ട് എടുത്ത് ഇങ്ങോട്ട് വെച്ചേക്കുക. അതിനിപ്പോൾ എല്ലാം പിരിച്ചു നടണം. ഈ മഴയൊക്കെ ഒന്ന് മാറുമ്പോഴത്തേക്ക് അത്യാവശ്യം വലുതാവും. അപ്പോഴത്തേക്ക് മാറ്റി നടണം. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഇടാം. പിന്നെ ഇതാണ് നമ്മുടെ ഇന്നലെ കാണിച്ച ആ ഒരു കൃഷിത്തോട്ടം. കണ്ടോ? കുക്കുംബർ രണ്ടാമത്തെ ഒത്തിരി ആയിട്ടുണ്ട്. അതിങ്ങ് പറിക്കുകയല്ലേ. ഈ ഒരു സാധനം മൊത്തം പോയി. കേട്ടോ, ഇത് മൊത്തം കേടായിപ്പോയി. ഇനിയിപ്പം ഇവിടെ ഒരെണ്ണം ഇപ്പോൾ വേണ്ടി നമുക്ക് പറിക്കാം.
അതിനകത്ത് കുത്തിയിടും. ഇതിപ്പോൾ ഈ ഒരു പ്രായത്തിൽ പറിച്ചുകൂടാ. നോക്കട്ടെ. അതിനകത്ത് വന്നാണ്ട കുത്തിയിടുന്നുണ്ട്. കണ്ട, ഇത് നിർത്തിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. വേണ്ടേ, ഇതിനകത്ത് വന്നാൽ ഈച്ച വന്നിട്ട് ഇത് കണക്ക് പണി തരും. എന്ത് ചെയ്യാൻ? ഇവിടെ എല്ലാം ചോളം നട്ടിട്ടുണ്ട്. ഇത് ചോളത്തിൻ്റെ തൈയാണ്. ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. കിളിക്കുമോ നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇട്ടതാണ്. ഇതാണ് മാറ്റാൻ പറഞ്ഞത്. തണ്ടൊടിയായിരുന്നു ആദ്യമായിരുന്നു. വേറെ കയറാനില്ല. അവിടെ ആ ചക്കകൾ ഇഷ്ടം പോലെ നിൽക്കുന്നു. ഇതൊക്കെ എന്തിനു ചെയ്യുന്നത്? ഇതെല്ലാം കൂടെ വെട്ടിയിട്ട് മിക്കവാറും നല്ല കുഴിയിലാണ് വെട്ടിയിടും. ഇവിടെ ഒരു കുഴി എടുത്തിട്ട് അതിനകത്തെല്ലാം കൂടെ ഈ കിടക്കുന്നതെല്ലാം കൂടെ നീക്കി കൂട്ടിയാലോ എന്ന് ആലോചിക്കുകയാണ്. ആ കുഴിയിലോട്ട് ഇട്ടിട്ട് ഉള്ള മണ്ണെല്ലാം കൂടെ വെട്ടിയിട്ട് കഴിഞ്ഞാൽ അതങ്ങ് ഇതാവും. ഇത് മൊത്തത്തിൽ തീർത്തങ്ങ് എടുക്കാം. ഒരുപാട് ചക്കയുണ്ട്. ഒരു 100-100 എല്ലാം കൂടെ. അതും മിക്കതും പഴുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് നിർത്തിയേക്കുന്നത് ശരിയല്ല. ഇനി മൊത്തം കൊതുകാവും. അതുകൊണ്ട് എല്ലാം എടുത്ത് കളയണം. അപ്പയ്ക്ക് രാവിലെ ബിസ്ക്കറ്റും കൊണ്ടുവന്നതാണ്. എന്നിട്ട് ഈ അത് കണ്ടോ? ആ സാധനം കണ്ടോ? ഉള്ള ഇരിക്കണേ എന്തിനാ കണ്ട? എന്തോ സൈനാപ്പിയത്? അതെന്തിനാ അത്? അപ്പയ്ക്ക് വിടത്തെ? അപ്പയ്ക്ക് വിടും. അയ്യോ തറ വീണ്. അയ്യോ, നമ്മളെ കണ്ട അവിടെ ഒരു റംബൂട്ടാൻ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കിട്ടുന്നുണ്ടോ? ആ കമ്പെടുത്ത് നേരെ കുത്തിയിരുന്നാണ്. മൊത്തം മറിഞ്ഞു പോയി. അവിടെ ഒടിഞ്ഞു പോകും പെട്ടെന്ന്. ഒരു പിച്ചാത്തി വേണം, മറ്റേ ആ കെട്ടഴിച്ച് കളയാൻ. ശരി. അത് അഴിക്കണ്ട. അത് എടാ, അത് കെട്ടഴിക്കണ്ട. ഇത് കണ്ടോ? ഇത് ബദാമിൻ്റെ ആണേ. നമുക്കാണെങ്കിൽ ഇവിടെ ഒരു വലിയൊരു ബദാമിൻ്റെ മരമുണ്ട്. കണ്ടോ? അതാ ഇവിടുത്തെ ചെറിയ പിള്ളേർ വന്നിട്ട് ഇവിടുന്ന് ഒത്തിരി പറക്കിയിട്ട് പോയി. സഞ്ചിയിൽ പറക്കിയിട്ടുകൊണ്ട് പോയമാര് പൊട്ടിച്ചു തന്നെ. നമുക്കിപ്പോൾ അതിനുള്ള നേരമില്ല. ഇതുണ്ടോ? ഇത് നമ്മുടെ റംബൂട്ടാനായിരുന്നു കേട്ടോ. ഇത് ഇവിടെ ഇങ്ങനെ കുത്തി ചേർത്തിരുന്നോ ഈ കമ്പ്. ഇത് ഏതോ കട്ടിയില്ലാത്ത ഏതൊരു കമ്പായിരുന്നു. അതൊനി പന്നി ഓടിയപ്പോഴങ്ങനെ പോയതാണോ? ഇല്ല, ഇത് എനിക്ക് തോന്നാണ്ട് ഈ തറയിലൊക്കെ ഇവിടുന്ന് ദ്രവിച്ചു പോയി കേട്ടോ. ഇവിടെ അത് തന്നെ ഇവിടെ ചെതല് കയറി ഇങ്ങനെ ദ്രവിച്ചു പോയതാ മൂട്ടില്. അപ്പൊ അത് ഒന്ന് പിടിച്ച് കെട്ടണം. അത് ഇങ്ങനെ ചരിഞ്ഞ് കിടക്കുമായിരുന്നു. മൊത്തത്തിൽ ഇങ്ങനെ ചരിഞ്ഞ് കിടക്കുമായിരുന്നു. അത് ഞാൻ കണ്ട് വളഞ്ഞു കിടക്കുന്നു. ഞാൻ ദൂരെ നോക്കിയപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായില്ലായിരുന്നു കേട്ടോ. അടുത്ത് വന്നപ്പോഴേ കണ്ടേ. നീ അത് കേട്ടപ്പോഴത്തേക്ക് ഞാനേ നമ്മുടെ നെല്ലിക്കൊന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഇതാണ് നമ്മുടെ ഒരു വെള്ള കളറിലെ ഒരു നെല്ലിക്ക ഉണ്ടല്ലോ. സായിപ്പൻ നെല്ലി എന്നൊക്കെ ഇവിടെ പറയുന്നത്. കാട്ടുനെല്ലി. പക്ഷെ നല്ല ടേസ്റ്റ് കേട്ടോ. നിങ്ങൾ ഒച്ച കേട്ടില്ലേ? ഇവിടെ അടുത്താണെങ്കിലും ഒരു വീട്ടിലേ പണി നടക്കുക. അപ്പം അതുകൊണ്ട് നല്ല സൗണ്ടാണ്. ഗ്രൈൻഡർ ഡ്രില്ലിങ് മെഷീൻ്റെ ആണ് ഇത്. സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതേതോ കാട്ടുചെടിയാണ്. ഇവനോട് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇവൻ പറയും അത് മംഗോസ്റ്റിനാ. അത് പിന്നെ കിളിക്കട്ടെ, പിന്നെ വരുമ്പോൾ എനിക്ക് തരത്തില്ലെന്ന്. മംഗോസ്റ്റിൻ വരുമ്പോഴത്തേക്കും അവൻ എനിക്ക് തരത്തില്ലെന്നും പറഞ്ഞിട്ട് നട്ട് വെച്ചേക്കാം. അത് മംഗോസ്റ്റിൻ അല്ലടാ, ഇതേതോ കാട്ടുചെടിയത്. കാരണം താഴെ നിൽക്കുന്നുണ്ട്. അതാ ഇത് നമ്മുടെ ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. ഇവന് ഇത് തന്നെ കൈസ് പരിപാടി. ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ രണ്ട് സംഭവമാണ്. ഇതിനിപ്പോൾ ഈ 2 കമ്പ് ഇനി നേരെയാക്കി എടുക്കണം. അപ്പോൾ ഇവിടുന്ന് വേറൊരു കമ്പ് ഈ മെയിൻ തണ്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതിന് ആരോഗ്യമില്ലാതെ കയറി വന്നത്. ഇനിയിപ്പോൾ അത് മറ്റേത് ഒടിച്ച് കളഞ്ഞപ്പോഴത്തേക്ക് ഇനിയിപ്പോൾ ഇതിന് കയറി വന്നത്. ഒരു സാധനത്തിനും ഇവിടെ പേടിക്കാണ്ട് നിൽക്കാൻ പറ്റത്തില്ല. എന്ത് സാധനമാണെങ്കിലും ഞാൻ എപ്പോഴും കളിയാക്കും. എന്തുകൊണ്ടെന്ന് അറിയാമോ? തെങ്ങൊന്നും പോയി ഗ്രാഫ്റ്റ് ചെയ്തതെന്നും പറഞ്ഞ് ഞാൻ എപ്പോഴും കളിയാക്കും. തെങ്ങിനും കൂടെ ശിഖരം ഉണ്ടായിരുന്നെങ്കിൽ അവ അതും പോയി ഗ്രാഫ്റ്റ് ചെയ്തേനെ. കിളിക്കത്തുള്ളതാ. ഇത് നമ്മുടെ നെല്ലിയാണ് കേട്ടോ.
മറ്റേ വലിയ നെല്ലിക്ക. അപ്പോൾ ഇത് ഒരുപാടുണ്ടായിരുന്നു ഇതിൻ്റെ ഇലകളൊക്കെ. അപ്പോൾ നമ്മൾ കുറച്ച് വെട്ടം കിട്ടാൻ വേണ്ടിയിട്ട് ഓൾറെഡി മഴയായിട്ട് ഭയങ്കര ഇരുട്ട് അങ്ങനെ ചാഞ്ഞും കൂടെ കിടക്കുമായിരുന്നു. അപ്പോൾ നമ്മളതെല്ലാം ഒന്ന് വെട്ടിയിട്ട് റെഡിയാക്കി. പിന്നെ ഇവിടെ ആണെങ്കിൽ മൊത്തം ഈ എന്താണ് ഇവിടെ നീറെന്ന് പറയുന്നതില്ലേ, പച്ചുറുമ്പെന്നാണ് നമ്മളിവിടെ പറയുന്നത്, അതിന് ശല്യമാണ്. അപ്പോൾ ഈ മണി പ്ലാന്റിൻ്റെ ഇലയിലാണെങ്കിൽ എന്ന് വെച്ചാൽ ഇതിനേക്കാളും വലിയ ഇലയായിരുന്നു ഇത് ഫുള്ള്. അത് കുത്തി കുഴപ്പമില്ല, മറ്റേ എത്ര പൂത്തി കഴിഞ്ഞാലും അത് ചിലപ്പം ഉണങ്ങിപ്പോവും. അപ്പം ഈ മണി പ്ലാന്റിൻ്റെ ഇലയിൽ മൊത്തം മറ്റേ ആ നീറ് കൂട് കൂട്ടി വെച്ചേക്കുമായിരുന്നു. ഇവിടെ അടുത്തോട്ട് പോലും വരാൻ പറ്റത്തില്ല. അപ്പം ഞാനെന്തോർത്ത് എന്തായാലും അതിൻ്റെ ഇലയെല്ലാം അങ്ങ് വെട്ടിക്കളഞ്ഞിട്ട് ഇനി പുതിയ ഇല വരട്ടെ എന്ന് വിചാരിച്ചു. എല്ലാം വെട്ടിക്കളഞ്ഞപ്പോൾ കണ്ടോ ഓരോ ഇല പിന്നെ ഉണ്ടായിരുന്നിടത്തും ഓരോ ഇങ്ങനെ പൊടിപ്പ് വരുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും അത് കിളിച്ച് വരുമ്പോഴത്തേക്കും അറിയാൻ പറ്റും അതിൻ്റെ ഇല എങ്ങനെ ഉണ്ടെന്ന്. എനിക്കാണെങ്കിൽ മണി പ്ലാന്റിൻ്റെ പ്രാന്താ. ഇതാണ് അവൻ്റെ പറക്കും തളിക. ഇതിനെപ്പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് കഥകളുണ്ട്. ഇതിൻ്റെ സൈലൻസറൊക്കെ ഇരിക്കുന്നുണ്ട്. നമ്മളാണെങ്കിൽ ഇവിടെ ഒരു കൃഷിത്തോട്ടം തുടങ്ങിയില്ലേ, പച്ചക്കറിത്തോട്ടം. ആ ടൈമിൽ എവിടുന്നോ ഒരു വീഡിയോ കണ്ടിട്ട് ഇവൻ പിന്നെ ഹൈഡ്രോപോണിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇതിന് വേണ്ടിയിട്ട് എത്ര രൂപ കൊണ്ട് കളഞ്ഞെന്നറിയാം. ഇതിനകത്തും ചെയ്യാവുന്നേ ഉള്ളൂ, പക്ഷെ പാടാണ്. കണ്ടോ, സത്യം പറഞ്ഞാൽ ഇത് അവൻ്റെ വർക്ക്ഷോപ്പാണ്. അവൻ്റെ പിന്നെ കാട് വെട്ടുന്ന മെഷീൻ്റെ റിപ്പയറിങ് ഫുള്ള്. ഈ ഭാഗത്തോട്ട് നമുക്ക് കാല് കുത്താൻ പറ്റത്തില്ല. രാത്രിക്കാരൻ എല്ലാം വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരന് കോളാ, അമ്മാതിരി സാധനമുണ്ട്. ഇനി ഇവിടേക്കൊന്ന് വൃത്തിയാക്കിയിട്ട് ഇതിനെടുത്ത് അപ്പുറത്തോട്ട് കൊണ്ടുപോകണം. കാരണം ഈ ഭിത്തിയോട് ചേർന്ന് ഇങ്ങനെ എല്ലാം കൂടി ഇട്ടേക്കുന്നുണ്ടേ ഇടയ്ക്കാണെങ്കിൽ ഒരു കുഞ്ഞ് പാമ്പും കയറി വന്നായിരുന്നു മഴയത്ത്. അതാണ് നമ്മളാണെങ്കിൽ ഇങ്ങനെ പേടിച്ചിരിക്കുക. ഇനിയിപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് റെഡിയാക്കി എടുക്കണം. കെട്ടിക്കഴിഞ്ഞോ? അല്ല, ആ മേലും കൂടെ ഒന്ന് കെട്ടിക്കൂടാ, ആ കഴുത്തിൻ്റെ വളഞ്ഞിരിക്കുന്നിടം കൂടെ. കാര്യം ഒത്തിരി വളഞ്ഞിരിക്കുന്നുണ്ട്. ഒരു വള്ളി കൂടെ തരാം. വള്ളി ഉണ്ടോ? അല്ല, തൽക്കാലത്തേക്ക് 2 ദിവസത്തേക്ക് ഇരിക്കട്ടെ, ഇങ്ങനെ ആടി പോവാതെ. അല്ല, ജസ്റ്റ് നമ്മൾ ടൈറ്റ് ചെയ്ത് കെട്ടിയിട്ടില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ജസ്റ്റ് ഒന്നേ ഒരു കാറ്റ് വന്നാൽ ഇനി ഒന്ന് താന്നു പോകത്തില്ലല്ലോ, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ആടി നിൽക്കും. അത് തന്നെ, താങ്ങി നിർത്താൻ. താന്നു പോകത്തില്ലല്ലോ. ശ്വാസം മുട്ടുവാടാ രാവിലെ അങ്ങ്. ഇനി എടുക്കണത് അതേ വരുന്നു. ഡി എവിടെ ആയിരുന്നു? ഡി എവിടെ ആയിരുന്നു? ഇവിടെ നോക്കട്ടെ. സുന്ദരിയാണോ നോക്കട്ടെ. സുന്ദരി ഇവിടെ ചില സമയത്ത് കടിക്കും കേട്ടോ എടുക്കുമ്പോൾ. നമ്മളിവിടെ ഇവിടെ കെട്ട് കൊടുക്കുന്നുണ്ട്, 2 കെട്ട് കൊടുക്കുന്നുണ്ട്, 3 വയ്ക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരു ബെൻഡ് വന്നിട്ടുണ്ട് കേട്ടോ, വളവ്. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു പ്രശ്നമുണ്ട്. ഇത് വെയിറ്റ് അങ്ങോട്ടേ നിൽക്കത്തുള്ളൂ, മണ്ട കൊണ്ട്. ഇവിടെയും കൂടെ അടിച്ച് ഇവിടെ ഒരു കുറ്റി ഉണ്ടായിരുന്നു, ഇങ്ങനെ കൊടുക്കായിരുന്നു അല്ലേ? അപ്പോൾ നേരെ ഇനിയിപ്പം കൊടുത്തിട്ടും കാര്യമില്ല, മഴ ആയതുകൊണ്ട് ഇനിയിപ്പോൾ എന്ത് കൊടുത്തെന്ന് പറഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാകും. ഫുള്ള് വെയിറ്റ് അങ്ങനെ അങ്ങോട്ടങ്ങ് ആയിരിക്കും. ഇവിടെ ഈ പച്ചപ്പ് കാരണം ഇതിനകത്തുനിന്ന് ഏതാണ് റംബൂട്ടാൻ ഏതാണ് ആത്തച്ചക്ക ഒന്നും മനസ്സിലാവുന്നില്ല. എല്ലാം ഒരു കണക്കിരിക്കുക. ഇതേ കണ്ടോ, ഇവളാണെങ്കിൽ രാവിലെ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്തിരിക്കുക. എൻ്റെ ജനലാണെങ്കിൽ ഇവിടുത്തെ തുറന്നടപ്പുണ്ടായിരുന്നു, അതുവഴി ചാടിക്കയറാൻ. ഇനിയിപ്പോൾ എന്തെങ്കിലും കഴിക്കാനൊക്കെ കൊടുക്കണം. അതെ, നമ്മുടെ ജമന്തി. അത്രയും വലുതായില്ല, ഇനി ഇതിനിയും വലുതാവും. സത്യം പറഞ്ഞ ജമന്തി ഓരോ ഇല ഇതുണ്ടല്ലോ, ഈ ഓരോ സാധനങ്ങളും ഇനി നല്ല രീതിയിൽ വലുതാവല്ലേ. ഞാനാണെങ്കിൽ അവിടുന്ന് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ചെറിയൊരു പൂവും ഇത്രയും വലിയ സൈസിലൊരു ജമന്തി. അപ്പോൾ ഞാൻ ഓർത്ത് ഇച്ചിരിയിലുള്ളൂ അത് വെട്ടിക്കളയാവുന്നു. ഇതിനി നല്ല രീതിയിൽ ഇങ്ങനെ ഉണ്ടായിട്ട് വരും, നല്ല ഉണ്ടായിട്ട് വരും. ഇതൊക്കെ ഉണ്ട്, ഇതൊക്കെ നല്ല വീതിയായിട്ട് വരുന്ന സാധനങ്ങൾ. ഒത്തിരി വളർന്നിരുന്നെങ്കിൽ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. വാവയ്ക്കാണ്ട് കുറുക്ക് കൊടുത്തോണ്ടിരിക്കുകയാണ് കണ്ടോ. ഒരു ഹായ് ഓറി. ഹായ്.
ഓക്കെ, അവരെയൊക്കെ പിന്നെ പരിചയപ്പെടുത്താം. ഓക്കെ, ഇത് കണ്ടോ നമ്മുടെ വീടിൻ്റെ മുകളിലായിട്ട് ഗ്രീൻ നെറ്റ് ഇട്ടിരിക്കുന്നുണ്ടോ? ഇതിനകത്ത് നമ്മൾ പണ്ട് കൂൺ കൃഷി ചെയ്തിരുന്നതാണ്. അപ്പോൾ അതൊന്ന് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനുണ്ട്. അപ്പോൾ അത് ക്ലീൻ ചെയ്യണം. ഇന്ന് അതിൻ്റെ ഒരു പരിപാടിയാണ്. നോക്കട്ടെ, പറ്റുമെങ്കിൽ വീഡിയോ എടുത്തിടാം കേട്ടോ. ഓക്കെ, ഇത് കണ്ടോ, ഇത് നമ്മുടെ ചോളത്തിൻ്റെതാണ്. അപ്പോൾ ഇതിൻ്റെ മൂട്ടിൽ കണ്ടോ ഒരു വേര് പിടുത്തം ഇല്ല. അപ്പം മഴ പെയ്യുമ്പോഴത്തേക്ക് ഇത് വന്ന് വീഴാനുള്ള പ്ലാൻ കണ്ടോ. ഇതിപ്പം അതിൻ്റെ മൂട്ടിലോട്ട് കുറച്ച് മണ്ണൊക്കെ ഒന്ന് അടുപ്പിച്ച് കൊടുക്കണം. കണ്ടോ, ഇതിനകത്ത് വലിയ വിഷയമില്ല. ഇതേപോലെ മണ്ടയിൽ മുകളിലായിട്ട് കിടക്കുന്ന വിത്തുകൾ ഇങ്ങനെ കിളിക്കുമ്പോഴത്തേക്ക് ഒരു ബലമില്ലാത്ത രീതിയിലാണ് നിൽക്കുന്നത്. ഇത് കുഴപ്പമില്ല. കണ്ടോ, ഇതിനകത്ത് കുറച്ച് മണ്ണിട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും മൂട്ടിൽ ഞാൻ ഇങ്ങനെ മണ്ണിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണേ. ഇതുപോലെ ഇത്തിരി മണ്ണൊന്ന് ഇളക്കിയിട്ട് അതിൻ്റെ മൂട്ടിലേക്ക് ഇത്തിരി ഒന്ന് കയറ്റി ഒന്ന് ഇട്ട് കൊടുക്കാം. അത്രയേ ഉള്ളൂ. കണ്ടോ തണ്ടിലോട്ട് ഇത്തിരി കയറ്റിയിട്ട് കൊടുക്കുമ്പോൾ നല്ല ബലത്തിൽ നിന്നോളും. അപ്പം അങ്ങനെ എല്ലാത്തിനകത്തും ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ചോളമൊക്കെ നടുന്നത്. അപ്പം ഇതുവരെ നോക്കാം. കറക്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യം നല്ലപോലെ ഒന്ന് ചെയ്ത് നോക്കാം. കണ്ടോ, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കൂട്ടിയിട്ട് കൊടുക്കുക ചെയ്യുന്നുള്ളൂ. അതുപോലെ അവിടെയും കുറച്ച് നട്ടിട്ടുണ്ട്. അല്ല, അവിടെ ആ ഒരു സൈഡിൽ കുറച്ച് നട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാമേ.